നീറ്റ് UGC പുനഃപരീക്ഷയിലും പിഴവുകൾ. ഫിസിക്സ് ചോദ്യപേപ്പറിൽ 2 പിഴവുകളാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 ബോണസ് മാർക്ക് നൽകാൻ തീരുമാനവുമായി. വിഷ്ണുപ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണുപ്രസാദ്, ഈ പരീക്ഷകൾ മുഴുവൻ ക്രമക്കേടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇതുകൂടി. വിവരങ്ങൾ എന്ത്? മോത്തി, ഈ 21-ാം തീയതി, അതായത് ജൂൺ മാസം 21-ാം തീയതിയാണ് ഏറെ വിവാദമായ നീറ്റ് പുനഃപരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഫിസിക്സ് ചോദ്യപേപ്പറിലാണ് ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഫിസിക്സിലെ വെർണിയർ കാലിപ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ശരിയുത്തരം പോലും അതിലുണ്ടായിരുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. അതേസമയം തന്നെ വൈദ്യുത കാന്തിക തരംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഏതാണ് യഥാർത്ഥത്തിലുള്ള ശരിയുത്തരം, അല്ലെങ്കിൽ ഏതിനാണ് ഉത്തരം എന്നൊരു ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ NTA നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 ബോണസ് മാർക്ക് നൽകാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ മറ്റ് ചോദ്യങ്ങൾ ചോരുന്ന ഒരു സാഹചര്യം, വിവിധ കോച്ചിങ് സെന്ററുകൾ നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ അതേപടി പകർത്തിയ പോലെയുള്ള സാഹചര്യം, ഇതെല്ലാമാണ് കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനുശേഷം നടത്തിയ നീറ്റ് പുനഃപരീക്ഷയിൽ തെറ്റായ ചോദ്യങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പുനഃപരീക്ഷയിലും പിഴവുകൾ ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് NTA ഈ പരീക്ഷ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് എടുത്തത് എന്നത് വ്യക്തമാക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് വിഷ്ണുപ്രസാദാണ്.